അപ്പോൾ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻ, വാട്ട് ഡു മീൻ ബൈ ആൽക്കൈൻ? ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടാണ് ആൽക്കൈൻ. യെസ്, ആൽക്കൈൻ, ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്. അപ്പോൾ ആൽക്കൈൻ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്? ഒന്നുമില്ല, നമ്മൾ നേരത്തെ പേരിട്ട അതേമാതിരി സാധനങ്ങൾ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. പേര് ആൽക്കൈൻ. എങ്ങനെ? വേർഡ് റൂട്ട് പ്ലസ് പൊസിഷൻ നമ്പർ പ്ലസ് ഐൻ. കഴിഞ്ഞു. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ആദ്യം 1 2 3 4 5 ഒരു 5 കാർബൺ എടുക്കണം. എന്നിട്ട് ഏതെങ്കിലും ട്രിപ്പിൾ ബോണ്ട് കൊടുക്കാൻ പോകണേ. എവിടെ കൊടുക്കണം? ഞാൻ ഇവിടെ കൊടുക്കാം. ഓക്കെ, സോ ട്രിപ്പിൾ ബോണ്ട് കൊടുത്തു. ഇനി എങ്ങനെയാണ് ഇതിനകത്ത് നോക്കടാ, ഇങ്ങനെ കാർബൺ മാത്രം ആദ്യം എടുത്ത് എഴുതുന്നതിനാണ് നമ്മൾ സ്കെലറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്കെലറ്റൽ സ്ട്രക്ചർ. എല്ലാവരും സ്കെലറ്റൽ സ്ട്രക്ചർ വെച്ചിട്ട് ഒരു കോമ്പൗണ്ടിൻ്റെ പേര് എഴുതുമ്പോൾ എല്ലാവരും സ്കെലറ്റൽ സ്ട്രക്ചർ വെച്ച് തുടങ്ങാൻ ശ്രമിക്കുക. കാരണം സ്കെലറ്റൽ സ്ട്രക്ചർ നമ്മൾ ആദ്യം കൃത്യമായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ എണ്ണം നമ്മൾ തെറ്റത്തില്ല. ഓക്കെ, ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചാൽ ഇപ്പോൾ ഈ കോമ്പൗണ്ടിനകത്ത് ഞാൻ ആദ്യമേ CH3 CH2 എന്ന് അങ്ങനെ എഴുതാതെ ഞാനത് C മാത്രം എഴുതും. ഇനി എങ്ങനെ ഹൈഡ്രജൻ ഇടാൻ പറ്റും നോക്കെ. ഇവിടെ ഒരു ബോണ്ട് പോയി, ബാക്കി ഇനി എത്ര ബോണ്ട്? 3 ബോണ്ട് CH3. ഇവിടെ നോക്കിയാൽ 2 ബോണ്ട് പോയി, ബാക്കി ഇനി 2 ബോണ്ട് CH2. 1 2 3 4 ബോണ്ട് പോയി. ഇനി ഇവിടെ ബോണ്ടൊന്നും ഇല്ല. ഓക്കെ, ഇനി ഇവിടെ എത്ര ബോണ്ട് ഉണ്ട്? 1 2. ഇവിടെ എത്ര ബോണ്ട് പോയി? 1 2 3 4 ബോണ്ട് പോയി. അപ്പോൾ ഇവിടെയും ബോണ്ടൊന്നുമില്ല. ഇനി ഈ കാർബൺ ഒരു ബോണ്ട് പോയി, ബാക്കി ഇനി എത്ര ബോണ്ട്? 3 ബോണ്ട് CH3. കണ്ടോ? ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഫില്ല് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്കെലറ്റൽ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നോക്കേ. അപ്പോൾ ഇതിൻ്റെ പേരെങ്ങനെ കൊടുക്കുക? ഇതിൻ്റെ പേരെങ്ങനെ കണ്ടുപിടിക്കാം? പേര് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. നോക്ക്, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? വേർഡ് പൊസിഷൻ നമ്പർ പറയാം. പൊസിഷൻ നമ്പർ എന്താണ്? 1 2. 2-ലല്ല 3. 3-ൽ നോക്കിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഡബിൾ ബോണ്ട് കിട്ടി. തിരിച്ചെണ്ണ 1 2. 2-ൽ നോക്കിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഡബിൾ ബോണ്ട് കിട്ടി. സോ ഏതാണ് നമ്മുടെ പൊസിഷൻ നമ്പർ? ഏതാണ് നമ്മുടെ പൊസിഷൻ നമ്പർ? 2 ആണ് നമ്മുടെ പൊസിഷൻ നമ്പർ അല്ലേ? അപ്പോൾ നമ്മുടെ പൊസിഷൻ നമ്പർ 2 ആണ്. അപ്പോൾ ഇനി പേര് എങ്ങനെ കൊടുക്കാം? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡ്. സോ പെൻഡ്. പെന്നിൻ്റെ കൂടെ പൊസിഷൻ നമ്പർ ചേർക്കുക. പൊസിഷൻ നമ്പർ എത്രയാണ്? 2. ഇനി എന്ത് ബോണ്ടാണത്? ട്രിപ്പിൾ ബോണ്ട്. പെൻഡ് 2 ഐൻ. പെൻഡ് 2 ഐൻ. പെൻഡ് 2 ഐൻ. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. പേര് കൊടുക്കാൻ പഠിച്ചോ? ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇത് വലിയ, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, റൈറ്റ്? ഇത് വലിയ കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ തിരിച്ച് ചെയ്യാൻ പോവാണ്. നമുക്ക് കോമ്പൗണ്ടിൻ്റെ പേര് തരും. കോമ്പൗണ്ടിൻ്റെ പേര് തരും. പേര് തന്നിട്ട് ആ കോമ്പൗണ്ട് വരയ്ക്കാൻ ചോദിക്കും. പേര് തരും, കോമ്പൗണ്ടിൻ്റെ പേര് തരും. എന്നിട്ട് ആ കോമ്പൗണ്ട് എന്ത് ചെയ്യാൻ ചോദിക്കും? വരയ്ക്കാൻ ചോദിക്കും. അപ്പം നമ്മൾ യൂസ് ചെയ്യാൻ പോകണം നമ്മളെ ട്രിക്കാണ് സ്കെലറ്റൽ സ്ട്രക്ചർ. ശ്രദ്ധിക്കാം. സപ്പോസ് നിങ്ങളുടെ അടുത്ത് പറയുവാണ് സ്ട്രക്ചർ ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ നമ്മളൊരു പേര് തന്നു, ആ പേരിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറയണം. ഫോർ എക്സാമ്പിൾ പെൻഡ് 2 ഈൻ. പെൻഡ് 2 ഈൻ എന്ന് പറഞ്ഞ സാധനം വരയ്ക്കണം. സോ ഫസ്റ്റ് മനസ്സിലാക്കുക, പെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെൻഡ് എന്ന് പറഞ്ഞാൽ 5 അല്ലേ? പെൻ എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 5 കാർബൺ നിങ്ങൾ ആദ്യം കണ്ണും പൂട്ട് ഒന്ന് ചാട്ട 5 കാർബൺ അങ്ങ് വരയ്ക്കുക. 1 2 3 4 5 5 കാർബൺ. ഒരു പ്രശ്നമില്ല. പെൻ എന്ന് പറഞ്ഞാൽ 5 കാർബൺ വരയ്ക്കുക. ഇനി ഈൻ. ഈൻ എന്ന് വെച്ചാൽ എന്താണ്? ഡബിൾ ബോണ്ടാണ്. എത്രാമത്തെ കാർബണിലാണ് ഈന് പറഞ്ഞേക്കുന്നത്? 2ാമത്തെ കാർബണിൽ. പെൻഡ് 2 ഈൻ. ഇങ്ങനെ വായിക്കണ്ടേ? പെൻഡ് 5 കാർബൺ 2 ഈൻ. 2ാമത്തെ കാർബണിൽ ഈൻ. 2ാമത്തെ കാർബണിൽ ഈൻ. ഈൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട്. സോ ഇതാണ് 1ാമത്തെ കാർബൺ, ഇതാണ് 2ാമത്തെ കാർബൺ. 2ാമത്തെ കാർബൺ നിങ്ങൾ ഒരു ഈൻ അങ്ങ് വരയ്ക്കാം. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, പരിപാടി ക്ലോസ്. അടുത്ത ഇനി ഹൈഡ്രജൻ ഫില്ല് ചെയ്യും. ഒരു ബോണ്ട് ഇതാ ഇവിടെ പോയി, ബാക്കി ഇനി എത്ര ബോണ്ട്? 3 ബോണ്ട് CH3. ഇനി ഇവിടെ നമുക്ക് 1 2 3 3 ബോണ്ട് പോയി, ബാക്കി ഇനി എത്ര ബോണ്ട്? ഒരു ബോണ്ട് CH. ഓക്കെ, CH. ഇവിടെ 3 ബോണ്ട് പോയി, 1 2 3, ബാക്കി ഇനി എത്ര ബോണ്ട്? ഒരു ബോണ്ട് CH. ഇവിടെയും 2 ബോണ്ട് പോയി, ബാക്കി ഇനി എത്ര ബോണ്ട്? 2 ബോണ്ട് CH2. ഒരു ബോണ്ട് പോയി, ബാക്കി ഇനി എത്ര ബോണ്ട്? 3 ബോണ്ട് CH. കഴിഞ്ഞു, ഇത്രയുള്ള പരിപാടി ഇത്രയേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഹെക്സ് 3 ഐൻ. ഹെക്സ് 3 ഐൻ എങ്ങനെ വായിക്കണ്ടേ? ഹെക്സ് മീൻസ് 6. ഹെക്സ് മീൻസ് 6. 6 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട്. 3 ഐൻ. 3ാമത്തെ കാർബണിൽ ഐൻ ഉണ്ട്. ഐൻ മീൻസ് ട്രിപ്പിൾ ബോണ്ട്. ഹെക്സ് 3 ഐൻ. 6 കാർബൺ. 1 2 3 4 5 6. യാ, 3ാമത്തെ കാർബണിൽ ഐൻ. 1 2 3. 3ാമത്തെ കാർബണിൽ ഐൻ. ഐൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട്. കഴിഞ്ഞു. ഒരു ബോണ്ട് മാത്രമേ ഉള്ളൂ CH3. 2 ബോണ്ട് പോയി CH2. 1 2 3 4 ബോണ്ട് പോയി, ഇനി ഒന്നുമില്ല. 1 2 3 4 ബോണ്ട് പോയി, ഇനി ഒന്നുമില്ല. 2 ബോണ്ട് പോയി CH2. ഒരു ബോണ്ട് പോയി CH3.
ദാറ്റ്സ് ഓൾ. പീക്ക്.